കൈയൊന്നു കൂപ്പി തൊഴാതെ വയ്യ, കളഭപ്രസാദം തൊടാതെ വയ്യ. സസ്പെൻസ് പുറത്തു വിടില്ല, അത് നമ്മുടെ ഇന്റർവ്യൂ കൂടെ ആണ് കേട്ടോ ആദ്യമായിട്ട്. ഏതാങ്കണക്കത്തില്ലെന്തില്ലം തളാങ്കണക്ക ചെണ്ടമൃതങ്ങം മേലെക്കാവിൽ പൂരക്കാവടി വീലിക്കോലടി വണ്ടിപ്പടയണി മേളം. അപ്പം മോഹൻലാൽ പറഞ്ഞു എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു, നമുക്ക് ഷൂട്ട് ചെയ്താലോ. അപ്പോൾ ശോഭന പറഞ്ഞു എന്നാൽ ഞാനും വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കൂടെ ഒരു ചെറിയൊരു ഫ്രെയിമിൽ എന്നെ കൂടെ കൊണ്ടുവരണം. മോഹൻലാൽ എൻ്റെ പൊന്നമ്മ ഒരു രക്ഷയിൽ. എന്തൊരു ചേലാണ് നെഞ്ചിൽ നേരാണ്, എൻ്റെ കിനാവാണ് എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ. മമ്മൂക്കെ ഞാനും കൂടെ ഡാൻസ് ചെയ്ത് പാടിയിട്ടുണ്ട്. ആ പിന്നെ വർഷങ്ങളോളം ഏത് വിഷു വന്നാലും മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി ഞാൻ വെളുപ്പിന് ശ്രീകുട്ടനെ കണ്ണെല്ലാം പുത്തി ഓരോ കാലുകറി അവിടെ സൂക്ഷിക്കണം, സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോ ഞാൻ വരുന്നത് ഇത് കേട്ടാൽ ട്രിവാൻഡ്രംകാര് സമ്മതിച്ചേട്ടാ. അല്ലല്ലോ, വളർന്നതൊക്കെ ഇന്ത്യയിലാണ്, കണ്ടിട്ട് തോന്നില്ലേ ഞാൻ നല്ലൊരു മലയാളിയാണ്. മോഹൻലാൽ ഇന്ന് വരെ എന്നെ പാടിക്കണമെന്നോ അല്ലെങ്കിൽ പാടിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞ് ഞങ്ങളെ പിണങ്ങിയിട്ടില്ല, ഞങ്ങളെ പിണക്കാനും പറ്റില്ല. സംഗീത സ്വരങ്ങൾ നിറഞ്ഞു നിന്ന വീട്ടിൽ നിന്നും മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വരമായി മാറിയ ശ്രീ MG ശ്രീകുമാറും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി, ഞങ്ങളെ കാണിച്ചേച്ചി എന്ന് വിളിക്കുന്ന ലേഖ MG ശ്രീകുമാറുമാണ് ഇന്ന് വിഷു കൈനീട്ടമായിട്ട് നമ്മുടെ കൂടെ ചേരുന്നത്. സ്വാഗതം. സ്വാഗതം. ഞങ്ങൾക്കും പ്രേക്ഷകർക്കും എന്ത് വേണം, ഇതിൽ പര ഒരു വിഷു കൈനീട്ടം ഉണ്ടോ? ഒരുപാട് സന്തോഷം ചേട്ടാ. എനിക്ക് നമുക്ക് ആദ്യം ഒരു വിഷു പാട്ടോടുകൂടി തുടങ്ങിയാലോ? കണ്ണനെ കാണാതെ നീക്കു വയ്യ, കണ്ണന്റെ നാമം പാടാതെ വയ്യ, കൈയൊന്നു കൂപ്പി തൊഴാതെ വയ്യ, കളഭപ്രസാദം തൊടാതെ വയ്യ, കണ്ണനെ കാണാതെ നീക്കു വയ്യ. വിഷു എന്ന് പറയുന്നത് അല്ലേ ചേച്ചി, ഓരോ വർഷവും പുതിയ തുടക്കം എന്നാണ്. ഈ വർഷം ആദ്യം ചേച്ചിയോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ പുതിയൊരു തീരുമാനം എന്താണ് ചേച്ചി? അങ്ങനെ ഒരു വർഷം ഒരു തീരുമാനത്തോടു കൂടെയല്ല ഞാൻ ഒരു വർഷവും തുടങ്ങുന്നത്. അത് അതിനനുസരിച്ച് പോവും. കുറച്ചുകൂടെ എല്ലാ വർഷത്തിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആകാൻ നോക്കും, സ്വന്തമായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആകാൻ നോക്കും. അല്ലാതെ ഒരു തീരുമാനമൊന്നും എനിക്കില്ല. കഴിഞ്ഞ വർഷത്തെ തീരുമാനം പോലെ തന്നെയൊക്കെയാണ്. അതൊക്കെ നല്ലതായിരുന്നല്ലോ. പിന്നെ ഇനി ഒരുപാട് ഞാൻ നന്നാക്കണ്ട, അപ്പൊ ഇതുപോലെ പോയാൽ മതി. ചേട്ടനിലേക്ക് വരുമ്പോഴോ? എല്ലാ വർഷവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടണമെന്നില്ല, നമ്മൾ ആഗ്രഹിക്കാത്ത കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാം നല്ലത് വരുത്തണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ശബ്ദം. അപ്പം ഞാൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്, കാരണം ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ജനിച്ചു വീണത് ഒരു ഹിന്ദു ആയിട്ടാണെങ്കിൽ ഞാൻ ആ മതത്തെ അതിനോട് യോജിച്ച് പോകുന്നു. പക്ഷേ ഞാൻ മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട്, അതുപോലെ എത്രയോ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ഓരോ മൺതരിയും ഈ 3 വിഭാഗക്കാരും കൂടെ തന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാനൊരു ഹിന്ദുവാണ് ജന്മനാൽ. അപ്പോൾ അതെനിക്ക് ആ ആചാരങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് പറയുന്നത്, എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും എന്താണ് പറയുന്നത്, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടതുപോലത്തെ പ്രളയമോ അതോ കോവിഡോ ഒന്നും വരാത്ത ഒരു നല്ല വർഷം, അതായത് 14/4/2025 മുതൽ 14/4/2026 വരെ എല്ലാവർക്കും, ഈ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സമ്പലും സമൃദ്ധി എല്ലാം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ വിഷുക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൈനീട്ടമാണ് അല്ലെ എല്ലാവരുടെയും ഓർമ്മയിലുള്ളത്. ഞാൻ വായിച്ചിട്ടുണ്ട് ചേട്ടന്റെ ആദ്യത്തെ പ്രതിഫലം ഒരു വെള്ളി നാണയമായിരുന്നു. ആണോ? അത് കൂലി എന്നുള്ള സിനിമയ്ക്ക് പാടിയപ്പം രവീന്ദ്രമാഷ് തന്നെ, അത് വെള്ളിക്കൊലുസോടെ കളിയാടും അഴകെ നിൻഗാനങ്ങളിൽ ഞാനാണ് ആദിതാളം. ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എനിക്ക് തന്നത് 1 രൂപയാണ്, 1 വെള്ളി രൂപ.
അത് വിഷുവായിട്ടല്ല, പക്ഷെ എന്തായാലും അതൊരു വലിയ ഐശ്വര്യമായിരുന്നു. കാരണം വേറൊന്നുമല്ല, മഹാനായ ഒരു ലെജൻഡറി മ്യൂസിഷ്യൻ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ രവീന്ദ്ര മാഷ്, അദ്ദേഹത്തിൻ്റെ ഇന്ന് ഒരു വെള്ളി രൂപ വാങ്ങിക്കാൻ സാധിച്ചു. അതൊക്കെ നിമിത്തങ്ങളാണ്. അന്ന് തൊട്ട് കൂലി എന്ന് പറഞ്ഞ സിനിമ തൊട്ട് ഈ 25-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന തുടരും, ആ സിനിമ വരെ പാടാൻ അനുഗ്രഹം കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം പൊതുജനം, അതായത് നമ്മളെ എന്താണ് സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാട്ട് ഉൾക്കൊള്ളുന്ന, പാട്ട് കേട്ട് കൈയടിക്കുന്ന ആൾക്കാരുടെ ഒരു എന്താണ് ഒരു പവർ, അല്ലെങ്കിൽ ഒരു എനർജി, അവർ തരുന്ന ഒരു എനർജിയാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും തുടരണം എന്നാണ് ആഗ്രഹം. അല്ല, ഇപ്പൊ ഞങ്ങൾ ഈ ഇന്റർവ്യൂവിന് ഇരിക്കുന്നതിന് തൊട്ട് മുന്നേ വരെയും ചേട്ടൻ അല്ല ചേച്ചി പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്റ്റുഡിയോ ആണ്. അതെ, ഇത് സ്റ്റുഡിയോ ആണ്. അപ്പം അതൊരു വലിയൊരു ദൈവത്തിന്റെ ഇപ്പൊ ഞാൻ പാടിയ പാട്ട് ഇവിടെ പാടിയത്, ഇപ്പൊ പാടി നിർത്തിയത്, ഇനിയൊന്നും എനിക്കിനി വേണ്ട കൃഷ്ണ, നിന്നെ ഭജിക്കുമീ ജന്മം മതി, കണ്ണാ നിന്നെ ഭജിക്കുമീ ജന്മം മതി, നിന്റെ നിശ്വാസങ്ങൾ ഓടിക്കളിക്കുമീ അമ്പലമുറ്റത്തെ ശ്വാസം മതി, കണ്ണാ ഗുരുവായൂരെന്നൊരു നാമം മതി. ഇതാണ് ഞാൻ ഇപ്പൊ പാടി നിർത്തിയത്. തീർത്തിട്ട് ഈ ഇന്റർവ്യൂലോട്ട് കയറി. ഇപ്പം ഈ കൃഷ്ണന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ ലേഖ ചേച്ചിയുടെ കാര്യം പറയാതിരിക്കാൻ അവിടെ തന്നെ അത്രയും ഒരു കൃഷ്ണ ഭക്ത അല്ലേ? എങ്ങനെയാണ് ചേച്ചി ഇത്രയും ഈ ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഹിന്ദുസിൽ ഒരുപാട് അല്ലേ, എന്താ പറഞ്ഞ കോടിക്കണക്കിനോളം ദൈവങ്ങളുള്ള ഒരു ഇതിൽ എങ്ങനെയാണ് കൃഷ്ണനോട് ഇത്രയും ചേച്ചിക്ക് ഒരു അറ്റാച്ച്മെന്റ്? ആക്ച്വലി എനിക്ക് ഈ എന്താ പറയുക, ശിവപാർവതിയാണ് കൂടുതൽ. ഞാൻ എന്നും ശിവനെ ഭജിക്കുന്ന ഒരാളാണ്. അതിൽ കൂടെയാണ് ഞാൻ കൃഷ്ണനെ ആരാധിക്കാൻ തുടങ്ങിയത്. എനിക്ക് അത് നമ്മുടെ ആ ഭക്തി എന്ന് പറയുന്നത് ശരിക്കും ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അല്ലാതെ ഒരു ഷോയ്ക്കോ അല്ലെങ്കിൽ അതൊന്ന് കാണിക്കാനോ ഒന്നും പറ്റില്ല. അവിടെ വിളിച്ചാലേ നമുക്ക് ഗുരുവായൂരിൽ എത്താൻ സാധിക്കുള്ളൂ. അത് ഏത് എല്ലാവരും പറയും പല അമ്പലങ്ങളിലും ഭഗവാൻ വിളിക്കണം എങ്കിലേ അവിടെ എത്താൻ സാധിക്കുള്ളൂ എന്ന്. പത്മനാഭ, കറക്റ്റ്. അപ്പം പക്ഷെ ഇവിടെയും ഗുരുവായൂരിലും ഞാൻ വിശ്വസിക്കുന്നത്, എന്നെ ഭഗവാനെ കാണാൻ എല്ലാ മാസവും ഒരു ദിവസം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓടി അവിടെ എത്തും. ആരെയും ഞാൻ ആരുടെടുത്തും ചോദിക്കാതെ എന്നെ അതിൻ്റെ അകത്തോട്ട് കയറ്റുമോ ഒന്നും ഞാൻ ആരുടെടുത്ത് റിക്വസ്റ്റ് ചെയ്യാതെ അവിടെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കയറ്റി ഭഗവാനെ നന്നായിട്ട് തൊഴാൻ സാധിക്കും. അതിൽ കൂടുതൽ പുണ്യം എനിക്ക് ഈ ജന്മത്തില്ല. ഇവ ചോദിക്കട്ടെ, ഇത്രയും ഭക്തിയുള്ള ഒരാളോട് തന്നെ ചോദിക്കാം, ചേട്ടൻ ഇത്രയും ഭക്തനാണോ? അതെനിക്കറിയില്ല. ഭക്തി നമുക്ക് അളക്കാൻ സാധിക്കില്ല. നമ്മുടെ വിശ്വാസമാണ് മനസ്സിൽ. എൻ്റെ ഭർത്താവായാലും എനിക്കത് അറിയില്ല. അത് ശ്രീകുണ്ഠം ഒരുപാട് വിശ്വാസമുണ്ട്. പക്ഷെ എൻ്റെ അത്രയാണോ എന്നെക്കാളും കൂടുതലാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതങ്ങോട്ട് ചോദിച്ചാൽ മതി. എൻ്റെ ഭക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലാണ്. എന്നാൽ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ അമ്പലത്തിലും ഗുരുവായൂരും പോവും, ട്രിവാൻഡ്രത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവും, അതുപോലെ തന്നെ ഗണപതി കോവിലിൽ, പിന്നെ ആറ്റുകാല്, പിന്നെ ഇവിടുത്തെ എറണാകുളത്തപ്പന് എല്ലാം പോവും. പക്ഷെ ഞാൻ ഇന്നൊരു നമ്മുടെ ഫേസ്ബുക്കിലൊരു കാര്യം കണ്ടായിരുന്നു. ദേവരാജൻ മാസ്റ്ററുടെ ഈണമാണ്, എനിക്കൊന്ന് വയലാർ സാറാണോ എനിക്കറിഞ്ഞൂടാ, ദേവരാജൻ മാസ്റ്ററുടെ ഈണമാണ് കണി കാണുന്നേരം. അദ്ദേഹം അമ്പലത്തിൽ പോയിട്ടൊന്നും അല്ല അത് ട്യൂൺ ചെയ്ത്, അദ്ദേഹം അമ്പലത്തിൽ പോയിട്ടുമില്ല. ഒരു പൂർണ്ണ കമ്മ്യൂണിസ്റ്റാണ് ദേവരാജൻ മാസ്റ്ററും ആ ടീമുകളിൽ. പക്ഷെ അദ്ദേഹം ചെയ്ത പാട്ടാണ് കണി കാണുന്നേരം. അപ്പം ഭക്തി രസം നമ്മളിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല, മനസ്സിൽ മതി എന്ന് വിശ്വസിക്കുന്ന ഞാൻ. എങ്കിലും നമ്മൾ അവിടെ പോകുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി. ഇപ്പം മൂകാംബികയിൽ നമ്മൾ ഒരുപാട് പാട്ട് പാടുന്നുണ്ട്. സംഗീതത്തിൻ്റെ സരസ്വതി ദേവി മൂകാംബികയിൽ 3 ഭാവത്തിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ മൂകാംബിയെ എപ്പോഴും നമ്മൾ ധ്യാനിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ ആ പർട്ടിക്കുലർ സ്ഥലത്ത്, അമ്മ ഇരിക്കുന്ന സ്ഥലത്ത് പോയി തൊട്ട് അമ്മയുടെ ദർശനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു സുഖവും മനസ്സമാധാനവുമാണ്. അതുകൊണ്ട് ഭക്തി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. തീർച്ചയായിട്ടും. ഇപ്പം കുട്ടിക്കാലത്തെ കാര്യം പറഞ്ഞു, ചേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഷു എന്ന് പറയുമ്പോൾ മേടയിലെ വീട്ടില് കുട്ടിക്കാലത്തെ ഏറ്റവും ഇളയാള് എങ്ങനെയായിരുന്നു അന്നത്തെ ഓർമ്മ? മേടയിലല്ല, ഞങ്ങളുടെ വീട് ശരിക്കും ഹരിപ്പാടാണ്. അതെ, അന്നത്തെ കുട്ടിക്കാലമാണ് എനിക്ക് എന്റെ ഓർമ്മയിലുള്ളത്. മേടയിൽ അങ്ങനെ തന്നെയായിരുന്നു. ഹരിപ്പാടും വീട്ടുപേരും മേടയിൽ തന്നെയാണ്.
അപ്പം അന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ബസ്സിൽ ഞങ്ങളുടെ ഇവിടുന്ന് ട്രിവാൻഡ്രത്തുള്ള എല്ലാവരും അങ്ങോട്ട് പോകും, അമ്പലപ്പുഴയുള്ളവർ വരും, പിന്നെ ചെമ്പക്കുളത്തുള്ളവർ വരും. അങ്ങനെ ഞങ്ങളുടെ കുടുംബം എല്ലാവരും ഒരൊറ്റ സ്ഥലത്ത് ചേരും. അന്ന് ഞാൻ വളരെ ചെറുതാണ്, പക്ഷെ അന്നത്തെ വിഷു എന്ന് പറയുന്നത് നമുക്ക് നല്ല ഓർമ്മകളിൽ എന്നും തങ്ങി നിൽക്കുന്ന ബാല്യകാലത്തെ വിഷുവാണ്. ഒരിക്കലും നമ്മൾ അതിന് ശേഷമുള്ളതൊന്നും ആർക്കും ഒന്നും ഓർമ്മ കാണത്തില്ല. അപ്പം ബാല്യകാലത്തിൽ എല്ലാവരും കൂടെ കൂടുക, ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടെ കൂടുക, പിന്നെ കണി വയ്ക്കുക, ഇതുപോലെ കാലത്ത് കണി എന്നുള്ളത്. ബാല്യകാലത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഹരിപ്പാട്ടോ അമ്പലപ്പുഴയോ എവിടെയെങ്കിലും കൂടിയിട്ട് കണി കാണാൻ ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ടുവച്ച് അമ്മ അത് വലിയ പ്രയാസമാണ്. നടന്നു വരുമ്പോൾ തട്ടി വീഴാതൊക്കെ വന്ന് അത് കാണുക. അത് സത്യം പറഞ്ഞ ഒരു പ്രയാസമായിരുന്നു. ഈ 4 മണിക്ക് ശരിക്കും ഒരു 7 മണിക്ക് വിളിച്ചിട്ട് എന്നായിരുന്നു 100 രൂപ എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും നല്ലത്. അതായത് ഈ കണി കാണുന്ന നേരം കമലനേത്രൻ്റെ പാട്ടൊക്കെ വന്നതുകൊണ്ട്, പക്ഷെ പഴയ ചടങ്ങായതുകൊണ്ടാണ് ഈ കണി കാണാൻ കൊണ്ടുവന്നത്. പക്ഷെ അതൊരു നിർവൃതിയാണ്. ഞാൻ നേരത്തെ പറയുന്നത് ഈ കാലത്ത് ഇങ്ങനെ കണി കാണുന്ന നേരം കമലനേത്രൻ്റെ ഇത് അതുപോലത്തെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി വേറെ. പക്ഷേ അതിലുപരി എല്ലാ കുട്ടികൾക്കും അന്നത്തെ ഇപ്പോഴും എന്തെങ്കിലും പൈസ കിട്ടുന്നതല്ലേ, ഉടുപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ്. വിഷു എന്ന് പറയുമ്പോൾ ഒരു ആഘോഷം. അവർക്ക് ഈ കൈനീട്ടം കിട്ടുന്നതും ബാക്കിയൊക്കെയാണ്. അതിപ്പോ ചേച്ചിയിലൊക്കെ വരുവാണെങ്കിൽ ചേച്ചി ട്രിവാൻഡ്രംകാരി തന്നെയാണ്. ട്രിവാൻഡ്രംകാരിയല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് പിന്നെ വളർന്നു മാത്രം. അമ്മ തൃശ്ശൂരായിരുന്നു. ഇപ്പൊ ഈ കണി കാണുന്ന ഒരു സമയം പറഞ്ഞില്ലേ, അപ്പൊ ഇപ്പോഴും ഞാൻ വെളുപ്പിന് ശ്രീകുട്ടനെ കണ്ണെല്ലാം പുത്തി ഓരോ കാല് അവിടെ സൂക്ഷിക്കണം. സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോ ഞാൻ വരുന്നത് 10-20 സ്റ്റെയർ ഉണ്ട്. അപ്പൊ കാല് സൂക്ഷിച്ചു വെക്ക. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അടുത്ത സ്റ്റെപ്പ് ഉണ്ട്, അതുപോലെ ഒക്കെ പറഞ്ഞു കൂടെ ഞാൻ നോക്കും. ആദ്യം കാണുന്ന എന്റെ കാല് പടിയിറങ്ങി താഴെ വരുന്നവര് 20 പ്രാവശ്യം എന്റെ കാല് കാണും. അല്ല എന്തായാലും ആചാരം. മാത്രമല്ല ഞങ്ങളുടെ വീട്ടില് അറിയാമല്ലോ, ഒരു അമ്പലം പോലാണ് ട്രിവാൻഡ്രം. ഇവിടെ ഏകദേശം ഒരു 1/4 അമ്പലമുണ്ട്. ട്രിവാൻഡ്രത്താണ് മുഴുവൻ. അപ്പം ഇവിടെ എല്ലാം ഒരുക്കി വെക്കും. എല്ലാം, അതായത് മഞ്ഞപ്പൂ കിട്ടാഞ്ഞിട്ട് ഈ എറണാകുളം സിറ്റി ആ സമയമാകുമ്പോഴത്തേക്ക് മുക്കാലും പോകും. പക്ഷെ ഇത്തവണ ഉണ്ട്, ചില സീസണിലുണ്ട്. ഞാൻ കൊന്നേരത്ത് പറഞ്ഞു, ഭഗവാനെ ഒരല്പമെങ്കിലും എന്റെ കൃഷ്ണനെ വെക്കാനായിട്ട് ഒരു പൂ വേണമെന്ന്. അത് ഇപ്പോഴും ഇത്രയും ഇന്നലെ മഴ പെയ്തിട്ടും അവിടെ നിപ്പുണ്ട്. അതാണ് അത്രയും ഭക്തിയായിട്ട് പറയുമ്പോ എങ്ങനെ എന്നാലും കൊന്നപ്പൂ വെക്കണ്ട. എനിക്ക് പ്ലാസ്റ്റിക് വെക്കുന്നതില് താല്പര്യമില്ല. പക്ഷെ ഇപ്പൊ പുറത്തുള്ള രാജ്യങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് ആണ്. അല്ല, ഞാൻ ചോദിക്കാൻ ട്രിവാൻഡ്രത്ത് ഈയിടെ നമ്മള് ഒരു അവതാരയുടെ ഇതിൽ പറയായിരുന്നു, തിരുവനന്തപുരത്തുകാർക്ക് വിഷു അത്ര ഇല്ലാന്നും ചേട്ടാ. നമ്മളെ പോലെ മധ്യ തിരുവിതാംകൂറുകാർക്കാണത്രേ. ഞങ്ങൾ അവിടെ പടക്കമൊക്കെ പൊട്ടിക്കുകയും അല്ലേ ട്രിവാൻഡ്രത്തുണ്ടല്ലോ. അവര് പറയുന്നത് ദീപാവലിക്കാണെന്ന് പടക്കം. ഒരിക്കലും അല്ല, വിഷുവിന് തിരുവനന്തപുരംകാർ ശരിക്കും പടക്കം. ഓരോ സ്ഥലത്തും ഓരോ ആചാരമാണ്. ഇത് കേട്ടാൽ ട്രിവാൻഡ്രംകാര് സമ്മതിച്ചില്ല. ഇത് മറ്റൊരു അവതാരൻ എന്നോട് പറഞ്ഞതാണ്. അല്ല, ട്രിവാൻഡ്രത്ത് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, കാലം പോകെ എല്ലാരും തിരക്കിലായി. കാരണം ഇപ്പൊ ഇത് ഇത്രയും സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇത് കാണുന്നതിന് പകരം ഒരു എന്തെങ്കിലും ഒരു വെള്ളരിക്കയോ അല്ലെ ഒരു മാങ്ങയോ ഒരു ചക്കയോ ഒക്കെ വെച്ചിട്ട് ചേച്ചിയെ പോലെ ആയിരിക്കണം അല്ലേ. അത്ര ഇപ്പൊ തൃശ്ശൂരെ കാര്യം പറഞ്ഞു. തൃശ്ശൂര് മറ്റേ വിഷുക്കട്ടാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഉണ്ട്, അറിയാവോ? കേട്ടിട്ടുണ്ട്. അതെല്ലാം അവിടെ അതൊരു ആഘോഷമാണ്. പക്ഷെ ശ്രീകുടം പറഞ്ഞ പോലെ അക്കാലത്ത് ഒരു വിഷുവും ഓണവും ഒക്കെ ഉള്ളൂ. ഇപ്പം നമുക്ക് ഒരുപാട് ആഘോഷങ്ങളും ബർത്ത്ഡേ പാർട്ടീസും അല്ലെങ്കിൽ ഗെറ്റ് ടുഗദേഴ്സും ഒക്കെ ആയി. അന്ന് ഇതെന്ന് പറയുന്ന വലിയൊരു ആഘോഷമാണ്. തലേ ദിവസം ഒരു കല്യാണത്തിന് ഉണ്ടാക്കുന്നുള്ള പോലെ പ്രഥമനും എല്ലാം സാമ്പാറിന് അരിയുന്നത് അതൊരു ഭംഗിയായിരുന്നു ശരിക്കും. അല്ല, ഞാൻ പറയട്ടെ, വിഷുവിന് തലേ ദിവസമേ സാമ്പാറിനുള്ള വെക്കണം, അവിയലിനുള്ള വെക്കണം, പിന്നെ കൂട്ടുകറി വെക്കണം. ഇതിനെല്ലാം അരിഞ്ഞു വെച്ച് ഇതെല്ലാം വെച്ച് കാലത്ത് 5 മണിക്ക് എണ്ണീറ്റ് കുളിച്ച് ഇത് കണി കാണേണ്ടതിന് ശേഷം വീണ്ടും നമ്മളൊക്കെ പോയി കിടന്ന് ഉറങ്ങും. ഇവര് കഷ്ടപ്പെട്ടിട്ട് അടുക്കളയിൽ നിന്നിട്ട് സെർവൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചേർന്ന് മൽപ്പിടുത്തം പിടിച്ച് ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോഴാണ് ഏകദേശം ഒന്ന് ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഇത് ഒന്ന് വിളമ്പി സദ്യ എല്ലാം കഴിയുമ്പോ പിന്നെ അതെല്ലാം എടുത്ത് തേച്ച് കഴിയുന്ന വേറൊരു പ്രശ്നം. അന്ന് സെർവൻസും വരില്ല. സദ്യക്ക് അങ്ങനത്തെ ദിവസങ്ങളിൽ നിർബന്ധം അങ്ങനെയൊക്കെ ചെറിയൊരു സദ്യ നിർബന്ധം. അങ്ങനെ കുക്ക് ചെയ്യും കേട്ടോ. പണ്ട് കൈരളിയിലെ ഒരു നമുക്ക് കരിക്കും പായസമൊക്കെ ഓർമ്മയുണ്ട്. ട്രിവാൻഡ്രംകാരുടെ വടക്കൂട്ടുകറിയുണ്ട്. അത് അവിടെ മാത്രമേ കിട്ടുള്ളൂ അല്ലേ? ഞാനത് വേറെ കേട്ടിട്ടില്ല. വടക്കൂട്ട് അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇന്നിപ്പോ എല്ലാം ഓരോ സ്ഥലത്തായല്ലോ.
ഇന്നിപ്പോ എല്ലാം ഓരോ ഹോട്ടൽസിൽ പറഞ്ഞു കഴിഞ്ഞാല് 1500 കൊടുത്തു കഴിഞ്ഞാൽ വന്ന് വീട്ടില് ഒരു 7 കൂട്ടം പായസം തൊട്ടെല്ലാം ചേർത്ത് വന്നു. അപ്പൊ എന്തിനാണ് ആർക്കും ഒരു മെനക്കെടാൻ വയ്യ, ഇലയടക്കം വരും. പിന്നെ അത് കളയാനുള്ള പ്ലാസ്റ്റിക് കവേഴ്സും ഉണ്ട്, അത് എളുപ്പമായില്ലേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോ എല്ലായിടും കൂടെ ഒരു മിക്സ് ആണില്ലേ, നമ്മുടെ ഹരിപ്പാടിന്റെതും തിരുവനന്തപുരവും ചേച്ചിയുടെ തൃശ്ശൂരും എല്ലാം. ജനിച്ചു വളർന്നത് പുറത്തായിരുന്നു. അല്ലല്ല, വളർന്നതൊക്കെ ഇന്ത്യയിലാണ്. കണ്ടിട്ട് തോന്നില്ലേ ഞാൻ നല്ലൊരു മലയാളിയാണ്? അല്ല, കുറച്ചു കാലം മാത്രമേ ഞാൻ പുറത്തുള്ളൂ. എവിടെയാണെങ്കിലും ഇപ്പൊ ട്രിവാൻഡ്രത്തായാലും കൊച്ചിയിലായാലും ഇപ്പൊ എല്ലാ ആൾക്കാരും മിക്സ് അല്ലേ. അത് ഇന്ന സ്ഥലം എന്ന് പർട്ടിക്കുലർ ആയിട്ട് പറയാൻ പ്രയാസമാണ്. ഇപ്പം ചേട്ടനിലേക്ക് വീണ്ടും വരുമ്പോ പാട്ടുകളിലേക്ക് വരുമ്പോ വിഷുവിന് പാടിയതിൽ ഏറ്റവും ഇപ്പൊ നമ്മൾ ഇപ്പൊ പാടിയത് ഏറ്റവും പുതിയ പാട്ട്, ഏറ്റവും ഓർമ്മയില് ഒരു വിഷു കൈനീട്ടം പോലെ കിട്ടിയ ഒരു പാട്ട് ഏതായിരിക്കും? സിനിമാ പാട്ട്. അങ്ങനെ ഈ വിഷുവിന് സത്യം പറഞ്ഞ വിഷുവിനെ സംബന്ധിച്ചുള്ള, വിഷുവിനെ കണക്ട് ചെയ്തിട്ടുള്ള പാട്ട് കുറവാണ്. അതായത് വിഷുക്കണി എന്നൊരു പടമുണ്ട്, ആ പടത്തിൽ പോലും കുറെ പാട്ടുണ്ടെങ്കിലും പുന്നുഷസിന്നുപവനങ്ങൾ പൂവിടും അങ്ങനൊരു എണ്ണമുണ്ട്. പക്ഷെ വിഷു അതിനെ മാത്രം പിൻ പോയിന്റ് ചെയ്തിട്ട് പാട്ട് വിരലിലെണ്ണാമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൃഷ്ണനെയാണ് കാണിക്കുന്നത്. അതേ ഉള്ളൂ. വർഷങ്ങളോളം വർഷങ്ങളോളം ഏത് വിഷു വന്നാലും മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ വർണ്ണ പൂപ്പൊലിയായി, ആ പാട്ടാണ് എന്ന് അങ്ങോട്ട് റേഡിയോ വെച്ചാലും ടി വി തുറന്നാലും ഈ ഒരു പാട്ടേ ഉള്ളൂ. ദേശീയഗാനം പോലെ. ഞാൻ 2-3 വിഷു പാട്ടൊക്കെ ഇറക്കി, പക്ഷെ അതത്ര പോപ്പുലർ ആയില്ല. ഇതിനി ഏതെങ്കിലും ഒരു സിനിമയിൽ വരണം, വരുമ്പോഴാണ് അതിന് ഒരു പോപ്പുലാരിറ്റി വരുന്നത്. ഇപ്പം പാട്ടുകളെ കുറിച്ച് പറയുമ്പം ചേട്ടൻ ഒരു സിനിമ, അതായത് പിന്നണി ഗായകനാകണമെന്നോ അല്ലെങ്കിൽ സിനിമയിലേക്ക് വരണമെന്നോ പാട്ടുകാരനാവണമെന്ന് പോലും ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു നിറയെ പാട്ട് വീട്ടിലെല്ലാരും പാടും. അപ്പൊ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ എന്തെങ്കിലും ഒരു ക്ലറിക്കൽ ജോബിൽ ആക്കണമെന്നായിരുന്നു എല്ലാവർക്കും ആഗ്രഹം. പക്ഷെ മാറി തിരിഞ്ഞ് വീണ്ടും ഞാൻ പാട്ടിൽ തന്നെ വന്നു. എല്ലാം വിധിയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1983 ഒരു ഇതുപോലത്തെ വിഷു കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ് ഞാൻ കൂലി എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പാടി വെള്ളിക്കൊലുസോടെ പാടി. ഈ സ്റ്റുഡിയോയിലാണ് ഞാൻ കഴിഞ്ഞ മാസം ഞാൻ മറ്റേ തുടരും, ഈ സ്റ്റുഡിയോയിലാണ് ഞാൻ കഴിഞ്ഞ മാസം തുടരും എന്നുള്ള പടത്തിന്റെ പാട്ടുകൾ ജെയ്ക്സ് ബിജോയും ഹരിനാരായണനും വന്നിരുന്നപ്പോൾ പാടിയത്. അതിനകത്തുണ്ട് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതെന്തേ പൂത്തു നിന്നാട്ടെ. ആ പാട്ട് ഞാൻ പാടി ഇതേ സ്റ്റുഡിയോയിലാണ്. ഇവിടെ തന്നെ വേറൊരു പാട്ടും കൂടെ ഞാൻ പാടിയിട്ടുണ്ട്. അത് റിലീസായിട്ടില്ല, അതിപ്പോ ഷൂട്ട് ചെയ്തു. അതൊരു വേൽമുരുകൻ എന്ന് പറയാൻ പറ്റില്ല, കൊണ്ടാട്ടം എന്നാണ് അതിന്റെ പേര്. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ജെയ്ക്സ് വന്നിട്ട് ഒരു പ്രസ് മീറ്റിൽ ഇതിനെ കുറിച്ച് പറയുകയുണ്ടായി, വേൽമുരുകൻ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു പാട്ടുമായിട്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ശ്രീകുട്ടൻ ചേട്ടനാണോ പാടിയെന്ന് ചോദിച്ചിട്ട് അത് അതിന്റെ ഒരു സസ്പെൻസ് പുറത്തു വിട്ടില്ല. അത് നമ്മുടെ ഇന്റർവ്യൂ കൂടെ ആണ് കേട്ടോ ആദ്യമായിട്ട്. അത് ഞാൻ ഈ സ്റ്റുഡിയോയിൽ വെച്ചാണ് പാടിയത്. അപ്പൊ എന്തോ ഈ സ്റ്റുഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ വന്നതും ഈ സ്റ്റുഡിയോയിലാണ്. അതെ അതെ. കൊണ്ടാട്ടം അതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഏകദേശം കുറച്ച് സമയമെടുത്ത് പാടിയതാണ്. കാരണം എനിക്ക് പാടിയിട്ട് തിരിച്ചകത്ത് വരുന്ന കേൾക്കും, പിന്നെ വന്നിട്ട് ഞാൻ ഇത് കേൾക്കും. അപ്പൊ ജെയ്ക്സ് പറഞ്ഞു ചേട്ടൻ പാടിക്കോ, ഞാൻ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം വന്നു, ജെയ്ക്സും കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ചേഞ്ച് ചെയ്ത് കുറച്ച് സംഗതികളൊക്കെ ഇട്ട് പാടി. അത് നല്ല നമ്മളിപ്പോ താളത്തിൽ പാടുമ്പോഴത്തേക്ക് ഇപ്പം ഏതെങ്കിലും ഏതാങ്കിണക്കത്തില്ലെന്തില്ലം തളാങ്കിണക്ക ചെണ്ടമൃതങ്ങ് മേലേക്കാവിൽ പൂരക്കാവടി വീലിക്കോലടി വണ്ടിപ്പടയടി മേളം, അത് പാടണമെങ്കിൽ ആ താളത്തിൽ ആ ഗ്രൂവിൽ പഞ്ച് ചെയ്ത് പാടണം. അതായത് പഞ്ച് മീൻസ് നമ്മൾ നല്ല ഇരുത്തി പാടണം. അപ്പൊ അങ്ങനെ ഈ പാട്ട് പാടി ഇത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിത്തിന് ഇതിന്റെ ഡയറക്ടർ തരുൺ മൂർത്തിക്കും ഭയങ്കര ഒരു ആഗ്രഹം, പടത്തിൽ വരുത്താൻ ഒരാഗ്രഹം. പക്ഷെ അവര് ചെയ്ത പടമാണെങ്കിൽ പോലും അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂവി ആയതുകൊണ്ട് അതിന്റെ ഒരു സ്ഥലത്തും ഈ പാട്ട് കൊണ്ടുവരാൻ പറ്റില്ല. സിനിമയിൽ ഈ പാട്ട് അത് ഉണ്ടായിരുന്നില്ല. അല്ല, ഇത് പ്രൊമോ സോങ് ആയിരുന്നു. ഇത് പ്രൊമോ സോങ് ആയിട്ട് ഇതിന് 4 പാട്ടുണ്ട്. ഇനി ഓരോന്ന് റിലീസാണ് പെട്ടെന്നാണ്. ഈ 4 പാട്ടിൽ ഒരു പാട്ടാണ് ഇത് പ്രൊമോ സോങ് ആയിട്ട് വെച്ചിട്ട് ഇത് അവസാനം എന്ത് വരുത്താൻ പറ്റില്ല എന്ന് വെച്ചു.
അപ്പം മോഹൻലാൽ പറഞ്ഞു എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു, നമുക്ക് ഷൂട്ട് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം സാധാരണ ഗതിയിൽ മോഹൻലാൽ 1-2 ദിവസം മെനക്കെട്ട് അല്ലെങ്കിൽ 2-3 ദിവസം മെനക്കെട്ട് ഇതിന് ഈ പ്രൊമോ ഷൂട്ടിനൊന്നും വരാറേ അങ്ങനെ ഇന്ന് വരെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ശോഭന പറഞ്ഞു എന്നാൽ ഞാനും വരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നെ കൂടെ ഒരു ചെറിയൊരു ഫ്രെയിമിൽ എന്നെ കൂടെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ ബൃന്ദ മാഷുടെ ഇതിൽ 5 days ബാക്ക് ഇതിനപ്പുറത്തൊരു ഫ്ലോറുണ്ട്, അവിടെ അതിഗംഭീരമായിട്ട് അതായത് 100-400 ആർട്ടിസ്റ്റുകൾ ഡാൻസേഴ്സും ഈ എന്താണ് മറ്റേ കുടയും അതും ഇതുമൊക്കെ ആയിട്ട് വെച്ചിട്ട് ഒരു പൂരമേളം വെച്ചിട്ട് മോഹൻലാലിൻ്റെ പൊന്നമ്മ ഒരു രക്ഷയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മോഹൻലാലിനെ ഇപ്പം ഒരുപാട് പടങ്ങളുടെ വിമർശനങ്ങൾ വരുന്നുണ്ട്, അത് വേറെ. പക്ഷെ മോഹൻലാൽ ആസ് ആൻ ആക്ടർ അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം പടം വരും, അതിനകത്ത് ക്രിറ്റിസിസം വരും, അത് വരും പോകും, അത് എൻ്റെ ഒരു സംഭവമല്ല, അത് ഞാൻ കണക്കിലെടുക്കുന്നില്ല. നല്ല പടങ്ങൾ വരും, മോശം പടങ്ങൾ വരും. നല്ല പടങ്ങൾ വന്നാൽ ഉടനെ എടുത്ത് തലയിൽ വെക്കുകയും മോശം പടം വന്നാൽ താഴെ ഇടുകയും അതൊന്നുമല്ല. ആസ് എൻ ആക്ടർ ഞാൻ കണ്ടത് ആ പാട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ലാലും ശോഭന നിൽക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഈ പാട്ടിട്ട് വൃന്ദാമാഷ 1 2 3 4 എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു ഡാൻസ് ഞാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, എന്നിട്ട് കൈയിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റിൽ വന്നത് സത്യം ഇപ്പം പറയുമ്പോഴും ഞാൻ കോരിത്തിരിക്കുക. കാരണം അത്രയ്ക്ക് കളർഫുൾ ആയിട്ട് ഇപ്പം അവർ ഭയങ്കര ഡൗട്ടിലിരിക്കേണ്ടി ഇത് എങ്ങനെ പടത്തിൽ ആഡ് ചെയ്യും, ഇത്രയും നല്ലതായിട്ട് ആഭാരമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എത്ര ഇപ്പം അല്ലേ ചേച്ചി, ചേട്ടൻ പറയുമ്പോ തന്നെ എത്ര ചേട്ടന്റെ പാട്ടുകളാണ് സിനിമയെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ എൻഹാൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ. വീണ്ടും അതിനൊരു തെളിവാണ് തുടരും എന്ന് പറയുന്നത്. ഇപ്പം സിനിമയിൽ ഇല്ലാത്തൊരു പാട്ട് ആ പാട്ടിന്റെ ഭംഗി കൊണ്ട് വീണ്ടും ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ. മാത്രമല്ല നമ്മൾ ഈ തുടരും എന്നുള്ളതിന്റെ അണിയറ പ്രവർത്തകർ ഒരു അവകാശവും പറയുന്നില്ല ഇത് ഭയങ്കര ഹിറ്റാവും എന്നൊന്നും പറയുന്നില്ല. ഞാൻ കുറെ കണ്ടതാണ്, നല്ല പടം എന്നുള്ളതിൽ കവിഞ്ഞ് നിങ്ങൾ അത്ര കൂടുതൽ എക്സ്പെക്ടേഷനോട് കൂടിയിട്ട് അയ്യോ ഇപ്പൊ അങ്ങോട്ട് എല്ലാം റെഡിയാക്കി തരുമെന്ന് പറഞ്ഞ് വരണ്ട. കയ്യിൽ പൈസ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിലും മാത്രം വന്ന് കാണുക ഒരു സാധാരണ പടം. ഇറ്റ്സ് ആൻ ഓർഡിനറി ഫിലിം, വെറും സാധാരണ പടമാണ്, സാധാരണക്കാരുടെ പടമാണ്. അതുകൊണ്ട് അത് വന്ന് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക, അത്രേ പറയുന്നുള്ളൂ. പാട്ട് നിങ്ങൾ ഒരു പാട്ട് കേട്ടു, നിങ്ങളെല്ലാവരും. ഞാനിപ്പം ഇവിടെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിരുന്നു, അവിടെ ഭക്തിഗാനമേളയായിരുന്നു. അപ്പം സിനിമ പാട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ മൂളി ഇതുപോലെ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മൂളി ഭയങ്കര കൈയടി. ദാറ്റ് മീൻസ് അവർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള. അതെ അതെ, എനിക്ക് ആ 2 വരിയും കൂടെ കേൾക്കണേ. എന്തൊരു ചേലാണെന്ന് പറയുന്നത് എന്ത് രസമാണ് ചേട്ടാ. അത് വെറുതെ ഇപ്പൊ ഒരു ഇതിനു വേണ്ടി നമ്മൾ പറയുന്നില്ല, നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റിൽ ഇങ്ങനെ ദിവസവും കേൾക്കാൻ. എന്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നമ്മളിങ്ങനെ ചുമ്മാ നമ്മൾ പാടാൻ അറിയാത്തവരോടും പാടുമ്പോ എന്തൊരു രസമാണ്. അതിന്റെ ഒരു 2 വരി. എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ് എൻ്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. ബാക്കിയെല്ലാം അറിയാമല്ലോ, ഞാൻ പറഞ്ഞു. അയ്യോ, ഞാനിത് പറഞ്ഞ് ചോദിച്ചു വീണ്ടും പാടിച്ചാണ് കേട്ടോ. അത്രയും സന്തോഷം. കാരണം നമ്മളൊക്കെ ദിവസവും കേട്ടോണ്ടിരിക്കുകയാണ്, എന്നാലും ചേട്ടനിന്ന് പാടി കേൾക്കുമ്പോൾ പ്രത്യേക സന്തോഷമാണ്. ഇപ്പം ലാലേട്ടന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാം. എനിക്ക് തോന്നുന്നു 83-ലാണ് ചേട്ടൻ ആദ്യമായിട്ട് പാടുന്നത്, 88-ലാണ് ഇദ്ദേഹമായിട്ടുള്ള പ്രണയം ഉണ്ടാവുന്നത്. ഇവരുടെ ഒരു സൗഹൃദ ചേച്ചി എങ്ങനെയാണ് നോക്കി കാണുന്നത്? സൗഹൃദം എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഇന്റിമസി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും നോക്കി കാണാൻ പറ്റുന്നില്ല. വേറെ അത്രയ്ക്കും അവർ തമ്മിലുള്ള അത്. പക്ഷെ അതിലോട്ടൊന്നും ഞാൻ പോയി അന്വേഷിക്കാറോ അല്ലെങ്കിൽ അവർ പ്രൈവറ്റായിട്ട് സംസാരിക്കുമ്പോഴേ ഞാൻ പോയി ചോദിക്കാം എന്താ സംസാരിച്ച, അങ്ങനെയൊന്നുമില്ല. അവർക്ക് അവരുടേതായ സ്പേസ്, അവരുടേതായ ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ. പ്രിയനായാലും ലാലു മാത്രമല്ല, പ്രിയനായാലും. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ ഈ പാട്ട് കൊണ്ടാട്ടം എന്നാണ് പേര്, തുടരും എന്ന സിനിമയിലെ കൊണ്ടാട്ടം എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ലേഖയും വന്നിരുന്നു. കാരണം അവിടെ വന്ന് മോഹൻലാലിൻ്റെ തൊട്ടടുത്തിരുന്ന് കുറേ നേരം സംസാരിച്ച് മോഹൻലാൽ
മൊബൈൽ തുറന്നിട്ട് ആദ്യം തൊട്ടല്ലേ അദ്ദേഹത്തിന്റെ കുറേ വിഷ്വൽസ് ആദ്യം മുതലേയുള്ള ഐ മീൻ ഷൂട്ടിങ്ങിന്റെ ഓരോ സിനിമകളുടെ ഓരോ തുടക്കം മുതൽ ഞങ്ങളായിട്ട് ഇരുന്ന് ഞാൻ കുറേ മണിക്കൂർ സംസാരിച്ചു. അതൊക്കെ ഒരു എന്താ പറഞ്ഞ അത്രയ്ക്കും ഒരു സൗഹൃദത്തിന്റെ അതിന്റെ ഡെപ്താണ്. കാരണം അദ്ദേഹത്തിന് ഒരു നടന എന്നുള്ള ആ ഒരു ഇതില്ല. വെരി ക്ലോസ്. നമ്മള് അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹം ഒരു നടനാണെന്ന് തോന്നത്തില്ല. നമ്മള് നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഒരാൾ സംസാരിക്കുന്നത് അത് ഫീൽ ചെയ്ത് അവിടെ പോയിരുന്നിട്ട് ഈ ഡാൻസ് മാസ്റ്റേഴ്സ് അവിടെ നിന്ന് ഡാൻസ് ചെയ്യും. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ട് ശോഭനയും മോഹൻലാലും ഇങ്ങനെയാണ് എല്ലായിടും നടക്കുന്നത്. ഇത് കണ്ടോണ്ടിരിക്കും. എന്നിട്ട് റെഡി ഫോർ ടേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവര് പോയിട്ട് ഇത് അവര് കാണിച്ച പോലെ ഡാൻസ് മാസ്റ്റേഴ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ കാണിച്ച പോലെ ചെയ്തതുപോലെ സ്റ്റെപ്സ് അവർ വെക്കണം. പക്ഷെ അത് വെക്കുന്ന കാണുമ്പോഴാണ് ഇവർ ഭയങ്കര പുലിയാണല്ലോ നടൻ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂക്ക അങ്ങനെ തന്നെയാണ്. പക്ഷെ എൻ്റെ അടുത്ത് മോഹൻലാലിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. അല്ല, മമ്മൂക്കയും ഞാനും എല്ലാരും കൂടെ ഒരുപാട് വിദേശ യാത്രകൾ പോയിട്ടുണ്ട്. മമ്മൂക്കയും ഞാനും കൂടെ ഡാൻസ് ചെയ്ത് പാടിയിട്ടുണ്ട്. പിന്നെ കാരണം ഒത്തിരി സ്റ്റേജുകൾ ദുബായ്, അതുപോലെ തന്നെ പല കുവൈറ്റ്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ വെൽക്കം 2000 എന്ന് പറഞ്ഞ ഷോ ഉണ്ടായിരുന്നു. അതിനകത്ത് മമ്മൂക്കയും ഞാനും കൂടെ തന്നെ പാടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഡാൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പടത്തിൽ പാടിയിട്ടുണ്ടല്ലോ, ബ്ലാക്ക് എന്നുള്ള പടത്തിൽ ഒരുപാട് പാടിയിട്ടുണ്ട്. പക്ഷെ കൂടുതലും മോഹൻലാലിന്റെ ഇതുമായിട്ടാണ് എൻ്റെ വോയിസ് ചേർച്ച വന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നുമില്ല. എല്ലാവർക്കും ആർക്കും വേണേലും പാടാം. എന്നാലും ഞങ്ങൾക്കെല്ലാം ഇല്ലേ, നമ്മുടെ എല്ലാവരുടെ മലയാളികളുടെ ഹൃദയത്തിൽ ലാലേട്ടന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് ചേട്ടന്റെ ശബ്ദം തന്നെയാണ്. ഇപ്പൊ സൗഹൃദങ്ങളെ കുറിച്ച് പറഞ്ഞപ്പം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രിയനും സുരേഷും ലാലുവാണ് അല്ലെ. ഞാനെന്നൊരു ഗായകൻ ഉണ്ടാകും. അവരെ കുറിച്ചിട്ട് എന്ത് പറയാനാണ്? കാരണം ഞങ്ങളൊക്കെ ഇപ്പൊ പ്രിയനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് പ്രിയൻ വാസ് മൈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. അത് പ്രിയൻ തന്നെ പറയും. പലരും പറയാറുണ്ട് അത് പ്രിയനും മോഹൻലാലും ഉള്ളതുകൊണ്ടാണല്ലോ MG ശ്രീകുമാർ ആയത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പം അത് അവരാണ് ഉത്തരം പറയേണ്ടത്, ഞാനല്ല. അത് അവർ കൃത്യമായിട്ട് ഉത്തരം പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്. പ്രിയൻ പറഞ്ഞൊരു ഉത്തരം കമൂറ പുരുഷോത്തം സാറിന്റെ അവാർഡ് നൈറ്റിന് പ്രിയനാണ് എനിക്ക് അവാർഡ് തന്നത്. അപ്പം പ്രിയൻ പറഞ്ഞു തന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവനെ കൊണ്ട് പാടിച്ചു, എൻ്റെ കൂട്ടുകാരനാണ്. ഒരു സിനിമയെ പാടിച്ചു, 2 സിനിമയെ പാടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പല ഡയറക്ടേഴ്സും അവനെ വിളിക്കാൻ തുടങ്ങി. CB മലയിൽ, അതുപോലെ തന്നെ തമ്പി കണ്ണന്താനം, വിദ്യാസാഗർ, നമ്മുടെ ഡയറക്ടേഴ്സ്, അതുപോലെ പല ഡയറക്ടേഴ്സ്, ജോഷിയേട്ടന്, അങ്ങനെ പലരും വിളിക്കാൻ തുടങ്ങി. പല മ്യൂസിക് ഡയറക്ടേഴ്സിനും വിളിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അവര് എൻ്റെ കയ്യിലുള്ള പൊട്ടൻഷ്യൽ, അല്ലെ ഞാൻ അവർ പാട്ട് തന്നാൽ എങ്ങനെ തിരിച്ച് പാടി അവർക്ക് കൊടുക്കുമെന്നുള്ള അവർ കണ്ടിട്ടാണല്ലോ തരുന്നത്. അല്ല പ്രിയം വിളിച്ചൊന്ന് പാടിച്ചേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് പോയാൽ മതിയല്ലോ, നിങ്ങൾക്കും പോയി പാടാം. പക്ഷെ പാടാൻ ഒരു ദുഃഖഗാനമാണെങ്കിൽ അത് ദുഃഖമായിരിക്കണം. ഒരു ശാസ്ത്രീയ സംഗീതം, ഒരു ഫാസ്റ്റ് സോങ്, അല്ലെങ്കിൽ ഒരു നല്ല മെലഡി, നമ്മൾ എല്ലാ ജോണറിലും പാടാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതാണ് പ്രിയദർശൻ എനിക്ക് വേണ്ടി തന്ന ഈ വാസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. മോഹൻലാലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, മോഹൻലാൽ ഇന്ന് വരെ എന്നെ പാടിക്കണമെന്നോ അല്ലെങ്കിൽ പാടിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് ഭരതം എന്നൊരു ചിത്രം, അതിൽ അദ്ദേഹം എന്നെ കൊണ്ട് പാടിച്ചിട്ടില്ല, സ്വന്തം പടമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പിണങ്ങിയിട്ടില്ല. ഞങ്ങളെ പിണക്കാനും പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പം ഇറങ്ങിയ എത്രയോ പടങ്ങളുണ്ട്. എമ്പുരാനെ ഞാൻ പാടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിന് തൊട്ട് മുമ്പുള്ള എന്താണ് വാലിബൻ, അതിനകത്ത് ഞാൻ പാടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിന് തൊട്ട് മുമ്പുള്ള സ്വന്തം പടം ബെറോസ്, അതിനകത്ത് ഞാൻ പാടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അതിന് മുമ്പുള്ള വീണ്ടും ഒരു സിനിമയുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. അത് അങ്ങനെ എത്രയോ കാലത്തിന് ശേഷമാണ് ഞാനിപ്പം ഈ തുടരുമേൽ പാടുന്നത്. അപ്പം അദ്ദേഹം പാടരുത് എന്ന് പറയത്തില്ല, പാടണം എന്നും പറയത്തില്ല. ഞങ്ങളുടെ സൗഹൃദം വേറെയാണ്. സംഗീതമോ അഭിനയമോ അല്ല. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, ദാറ്റ്സ് എ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഇപ്പം ഇത്രയും ചേട്ടൻ പാട്ടുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചേട്ടന്റെ സംഗീതം എന്ന് പറഞ്ഞാലേ ചേച്ചി വരദാനമാണ്, ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇപ്പം പല പ്രശസ്തരായ സംഗീത സംവിധായകരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സംഗീതം പഠിച്ചിരിക്കണം, അപ്പോഴാണ് കുറച്ചും കൂടി അറിഞ്ഞു പാടാൻ പറ്റും. അങ്ങനെ പലതും അങ്ങനെ ചേട്ടന് തോന്നിയിട്ടുണ്ടോ? പഠിച്ചിരിക്കണം, ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കണം. 3 കാര്യങ്ങളാണുള്ളത്. 3. അതിൽ 1 ജന്മനാൽ ജ്ഞാനസ്ഥനായിരിക്കണം. 1 അതായത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും ബീജത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഒരു ജ്ഞാനസ്ഥനായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ പല ചൈൽഡ് പ്രോഡിജീസിനെയും കണ്ടിട്ടുണ്ട്. കൊച്ചിലെ 4 വയസ്സാകുമ്പോൾ രാഗം പാടി ആ രാഗം പറയും.
ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? അല്ല. അതൊന്ന്. രണ്ടാമത് കുറച്ച് ജ്ഞാനം കാണും. അതിനെ പരിപോഷിപ്പിച്ച് നമ്മൾ എവിടെയെങ്കിലും പോയി പഠിച്ച് ഇഷ്ടം പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന രണ്ടാമത്തെ കാറ്റഗറി. പിന്നെ മൂന്നാമത് ഒന്നും പഠിക്കാതെ തന്നെ കേട്ട് കഴിഞ്ഞാലുള്ള പെട്ടെന്ന് അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, ആണ് കേൾവിജ്ഞാനം. അങ്ങനെ 3 വെറൈറ്റീസ് ഓഫ് ഇതുണ്ട്. പിന്നെ നാലാമത്തെ ഒരെണ്ണമുള്ളതാണ് അനുകരണം, മിമിക്രി. അതായത് നമ്മൾ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒന്നീ ദാസേട്ടനെ, അല്ലെങ്കിൽ ജയേട്ടനെ, അല്ലെങ്കിൽ എന്നെ, അല്ലെന്നുണ്ടെങ്കിൽ ആര് മെയിലിൽ, അല്ലെങ്കിൽ ചിത്ര, സുജാത, അങ്ങനെയുള്ളവരെ ഈ മിമിക്രി ചെയ്യുക. മിമിക്രി ചെയ്ത് സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക് അവർ പറയും, ഓ ദാസേട്ടനെ പോലുണ്ടെന്ന് പറയും. അത് അപകടമാണ്. അനുകരണം പാടില്ല, അനുഗമനമാകാം. ഇപ്പം ദാസേട്ടൻ പാടിയതോ അല്ലെങ്കിൽ ചിത്ര പാടിയതോ അല്ലെ ആര് പാടിയതായാലും അവരെന്താണ് അവർ പാടി വെച്ചിരിക്കുന്നത് അനുഗമിക്കാം. പക്ഷെ അതേപോലെ പാടി അതേ സൗണ്ടിൽ അനുകരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഒരു ലൈഫില്ല, ഒരു സ്റ്റുഡിയോയിൽ വന്ന് പാടാനുള്ള അവസരം കിട്ടുകയില്ല. അതിന് വെറുതെ വീട്ടിലിരുന്ന് എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. അവൻ എൻ്റെ പാട്ട് തട്ടിപ്പറിക്കുന്നു, അല്ലെങ്കിൽ എന്നെ പാടിക്കാൻ ശ്രമിക്കുന്നു, ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത്രേ ഉള്ളൂ. കാരണം ഇവിടെ ഒരുപാട് പേര് അനുകരിക്കുന്ന ഗാനമേളയൊക്കെ ഉണ്ട്. അത് ചെയ്തോട്ടെ, കാരണം അവർ പാടിക്കോട്ടെ. ഇപ്പം ഞാൻ ഒരു കൊല്ലത്തുള്ള ഒരാൾ പാടുന്നത് കേട്ടു. യേശുദാസ് പാടുന്ന പോലെ തന്നെ പാടുന്നുണ്ട്, പക്ഷേ യേശുദാസ് പാടി വെക്കണം, എന്നാലേ അതുപോലെ പാടാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അത് പോട്ടെ, അത് പാടി അദ്ദേഹം ജീവിക്കുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല, കോടീശ്വരനായിക്കോട്ടെ. പക്ഷെ അതിൻ്റെ താഴെ ഇന്ന് രവീന്ദ്രൻ മാഷ് ഉണ്ടെങ്കിൽ എന്നെ പാടിക്കത്തുള്ളായിരുന്നു എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ പേര് എന്ത് വിളിക്കണമെന്ന് നിങ്ങൾ എന്നെ വിളിച്ചോണ്ടാൽ മതി. കാരണം അതല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള ശബ്ദം, എൻ്റെ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നമ്മുടെ തനതായ ശൈലി മറ്റുള്ളവരെങ്ങനെയാണ് പാടുന്നത് അതിനെ പിന്തുടരുക. ഇപ്പം മുഹമ്മദ് റാഫി പാടിയതുണ്ട്, അദ്ദേഹത്തിന് ആർക്കെങ്കിലും അനുകരിക്കാൻ പറ്റും? ചുമ്മാ കുറേ പേര് ചെയ്യുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ഇവിടെ നിന്ന് പാടിയപ്പോഴത്തേക്ക് ഞാനിപ്പോൾ നിന്ന് പാടിയ ഞാൻ പറഞ്ഞില്ലേ, ഇനിയൊന്നും എനിക്ക് വേണ്ട കൃഷ്ണ എന്ന് പാടിയേ, അത് അദ്ദേഹം പറഞ്ഞതിൻ്റെ 3 ഇരട്ടി എക്സ്പ്രഷനും സംഗതിയാണ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത്. അതാണ് ഒരു പാട്ടുകാരന് വേണ്ടത്. ഇതിൽ കൂടുതൽ ഒരു സ്റ്റഡി ക്ലാസ് എനിക്ക് പാട്ടിനെ കുറിച്ച് എടുക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഉത്തരത്തിൽ എല്ലാവർക്കും എല്ലാത്തിനുമുള്ള മറുപടി ഉണ്ട്. അതെ.